ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം SC, ST വിഭാഗങ്ങൾക്കുള്ള സംവരണം ഒരു കാരണവശാലും മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യാൻ അനുവദിക്കില്ല എന്ന കടുത്ത വാദവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സഹീറാബാദിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംബേദ്കർ മതത്തെ അടിസ്ഥാനമാക്കിയുള്ള കോട്ടയെ എതിർക്കുകയും അത് SC, ST, OBC വിഭാഗക്കാർക്ക് മാത്രമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി പിൻവാതിലിലൂടെ മുസ്ലിങ്ങൾക്ക് കോട്ട കൊണ്ടുവന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് ഭരണഘടനയെ തുരങ്കം വെക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. മോദി പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യൻ ഭരണഘടനയോടുള്ള എന്റെ പ്രതിബദ്ധതയും ബഹുമാനവും സമ്പൂർണമാണ്. ഭരണഘടനയുടെ 75-ാം വാർഷികം എന്റെ 3ാം സർക്കാർ രാജ്യത്തുടനീളം ആഡംബരത്തോടെയും ആഹ്ലാദത്തോടെയും ആഘോഷിക്കും. കോൺഗ്രസ് പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ ഭരണഘടനയെ അപമാനിക്കാനും തുരങ്കം വെക്കാനുമുള്ള ശ്രമങ്ങളെ ഞങ്ങൾ തുറന്നുകാട്ടുമെന്നാണ് മോദി തുറന്നടിച്ചത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ സംസാരിക്കുന്നത് തങ്ങളിൽ നിന്നും ഭരണഘടനയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് എന്നും, എന്നാൽ ഇത് തനിക്ക് ഗീതയോ ബൈബിളോ ഖുറാനോ പോലെ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം താൻ ആദ്യം ചെയ്തത് പാർലമെന്റിന് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും 2019 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഭരണഘടനയുടെ പകർപ്പ് സെൻട്രൽ ഹാളിൽ വെച്ച് വണങ്ങുകയും ചെയ്തിരുന്നു എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അധികാരം നഷ്ടപ്പെട്ടാൽ കോൺഗ്രസ് പാർലമെന്റ് തടസ്സപ്പെടുത്തുകയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും EVMകളെയും ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്നും മോദി കുറ്റപ്പെടുത്തി. അവർ ഭരണഘടനയെ അപകീർത്തിപ്പെടുത്താൻ ഏതറ്റം വരെയും പോകുമെന്നും മോദി എടുത്തു പറഞ്ഞു. കൈപ്പത്തിയുടെ 5 വിരലുകൾ, നുണകൾ, വോട്ട് ബാങ്ക് രാഷ്ട്രീയം, മാഫിയ, സാമൂഹിക വിരുദ്ധർ, അഴിമതി, രാജവംശ രാഷ്ട്രീയം എന്നിവയെയാണ് പ്രതിനിധീകരിക്കുന്നത്. തെലങ്കാന കോൺഗ്രസും RR ജോഡികളായ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും സമൂഹത്തെ ഭിന്നിപ്പിക്കാനും ദ്രോഹിക്കാനും വ്യാജ വീഡിയോ ഉണ്ടാക്കി ജനാധിപത്യത്തെ പരിഹസിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. BJPയെ നേരിടാൻ സാധിക്കാത്തവർ വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുകയാണെന്നാണ് മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പ്രതിപക്ഷത്തെയോ പാർട്ടികളുടെയോ പേര് പരാമർശിക്കാതെയായിരുന്നു മോദിയുടെ ഈ വിമർശനം. BJPയെ വീഴ്ത്താനായി സാങ്കേതിക വിദ്യയെ അവർ ദുരുപയോഗം ചെയ്യുകയാണെന്നും മോദി കുറ്റപ്പെടുത്തിയിരുന്നു. അതേസമയം ആന്ധ്രാപ്രദേശിലെ മുൻ കോൺഗ്രസ് സർക്കാർ മുസ്ലിങ്ങൾക്കായി ഒരു കോട്ട അവതരിപ്പിച്ച് ഒരു രാത്രി കൊണ്ട് ബിസിനസ്സുകളുടെ വിഹിതം നഷ്ടപ്പെടുത്തി. 10 വർഷത്തെ അഴിമതി നിറഞ്ഞ BRS ഭരണകാലത്ത് ചെയ്തതുപോലെ തെലങ്കാന അടുത്ത 5 വർഷത്തിനുള്ളിൽ നശിപ്പിക്കപ്പെടും. കോൺഗ്രസിന്റെ 55% അനന്തരാവകാശി നികുതി ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള മറ്റൊരു മാർഗമാണ്. അവരുടെ വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താൻ രാമനവമി ഘോഷയാത്ര തടസ്സപ്പെടുത്താനും അവർ ആഗ്രഹിക്കുന്നുവെന്നും നരേന്ദ്രമോദി ആരോപിച്ചിരുന്നു. കാർഷിക വായ്പ എഴുതിത്തള്ളലും സംഭരിക്കുന്ന ഓരോ ക്വിന്റൽ നെല്ലിനും 500 രൂപ ബോണസും നടപ്പാക്കുന്നതിലെ മൗനത്തെയും മോദി ചോദ്യം ചെയ്തു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സഖ്യത്തിന് പ്രതിപക്ഷ പദവി പോലും ലഭിക്കില്ലെന്നും അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. കോൺഗ്രസിന് ഇത്തവണ ഏറ്റവും കുറഞ്ഞ MPമാരെയായിരിക്കും ജയിപ്പിക്കാനാവുക എന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു.